നമ്മളുടെ ചുറ്റിലും രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന് ഇൻട്രോവേർട്ടും ഒന്ന് എക്സ്ട്രോവേർട്ടും. അപ്പോൾ ഈ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരെ ഏതൊരു ക്രൗഡിൽ കൊണ്ടിട്ടാലും അവർ നമ്മളുടെ കണ്ണിൽ പെടും. കാരണം അവർ അത്രയും എനർജറ്റിക് ആണ്, വൈബാണ്, നന്നായിട്ട് സംസാരിക്കും. നല്ല ഒരു എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ നമുക്ക് ചാർജ് ആവും. കാരണം അവരിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഉള്ളത്. അവരിങ്ങനെ വന്ന് സംസാരിച്ച് നമ്മളെ കൂടെ നല്ല വൈബ് അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി വരും. അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടരാണ് സത്യം പറഞ്ഞാൽ ഈ എക്സ്ട്രോവേർട്ട്. ഇത് നമുക്ക് അടുത്ത ആ കൂട്ടരെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻട്രോവേർട്ട്. എന്താണ് ഇൻട്രോവേർട്ട്? അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി സമാധാനപരമായിട്ട് അവരുടെ ജീവിതത്തിൽ പോകുന്ന ആൾക്കാരാണ് ഇൻട്രോവേർട്ട്. അവർ ഈ ക്രൗഡിന്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ സത്യം ശ്രദ്ധിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു അസൽ ഇൻട്രോവേർട്ടാണ്. അപ്പൊ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഇത്ര ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. കാരണം ഇപ്പോഴത്തെ ലോകത്തിൽ അത്യാവശ്യം എക്സ്ട്രോവേർട്ട് ആവാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മളുടെ പബ്ലിക് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം മിങ്കിൾ ചെയ്യാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഒരു ജോലിക്ക് പോകാൻ വേണമെങ്കിൽ തന്നെ നമ്മൾ അവരോട് സംസാരിക്കണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏജന്റ് ആണെങ്കിലും അല്ലെങ്കിൽ HR സംസാരിക്കണം. അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂ അറ്റൻഡ് നമ്മളെ പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്ത് നമുക്ക് നാളെ ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജോലികൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കണം. അങ്ങനെ നൂറ് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാനൊരു ഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ തീരുമാനിച്ചു, ഇൻട്രോവേർട്ട് ആയിട്ട് നിന്നിട്ട് ഒരു രക്ഷയില്ല. കുറച്ചൊക്കെ വേണ്ട സമയത്ത് എക്സ്ട്രോവേർട്ട് ആവാം. പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ട് ഞാൻ എന്നും നല്ലൊരു അടിപൊളി ഇൻട്രോവേർട്ട് ആണ്. അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അധികം എൻ്റെ ഒരു സ്വകാര്യ വലയത്തിൽ വലിയ കണക്ഷൻസ് വെക്കാറില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇൻട്രോവേർട്ട് ആവുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഇൻട്രോവേർട്ട് ജനിക്കണമെന്നല്ല. അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങളും ആൾക്കാരിൽ നിന്നുള്ള അവഗണനയും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക മറ്റുള്ളവരിൽ നിന്നുള്ള ഫിസിക്കൽ അസോൾട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് ഇതുപോലുള്ള ആൾക്കാർ ഒതുങ്ങി പോകുന്നത്. ഇപ്പൊ എന്നെ പോലുള്ള ഒരാളാണെങ്കിൽ ഞാനിതുപോലുള്ള ചില റീസണുകളൊക്കെ കൊണ്ടാണ് ഞാനൊരു ഇൻട്രോവേർട്ട് ആയതും അതുപോലെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയത്. പിന്നെ എൻ്റെ ഒരു സ്വകാര്യമായിട്ട് ഞാൻ ജീവിക്കുന്നതാണ് എനിക്ക് അതിന് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പ്രായം ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രോവേർട്ട് ആവാണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ എന്നെ തന്നെ മാറ്റിയായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ മാറാൻ. കാരണം ആൾക്കാരുടെ ഇടപെടുക അത്ര എളുപ്പമുള്ള പരിപാടി അല്ലല്ലോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് സെറ്റായി. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തേണ്ട സമയത്ത് നമ്മൾ എക്സ്ട്രോവേർട്ട് ആവും. അത് കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു സ്പേസ് കഴിഞ്ഞ് ഇൻട്രോവേർട്ട് ആവും. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇതുപോലെ ഇൻട്രോവേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മളെപ്പോലുള്ള കുറെ ആൾക്കാർ ഉണ്ടെന്ന് അറിയാലോ, അതിൽ സന്തോഷം. പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട് എക്സ്ട്രോവേർട്ട് ആവേണ്ടി വരും. അത് കഴിഞ്ഞ് പേഴ്സണൽ ലൈഫിൽ ഒന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് സമാധാനപരമായിട്ട് പോവുക. അല്ലെ? അടിപൊളിയല്ലേ?